ഹലോ. ഇന്നത്തെ വീഡിയോ നല്ല ഹാപ്പി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ്ന്ന് തുടങ്ങാം കേട്ടോ. ഒരു കല്യാണത്തിന് വന്നിരിക്കുകയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇഡ്ഡലി, വട, സാമ്പാർ, ചട്നി, ചമ്മന്തി, നല്ല അടിപൊളി റവ കേസരി. ഈ കേസരി എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ, കല്യാണ കേസരി. അപ്പോൾ ഹാളിൽ നമ്മൾ ജസ്റ്റ് വന്നു. നമുക്ക് ഇനി നമസ്വീനെ വിട്ടിട്ട് ഉച്ചയ്ക്ക് വീണ്ടും വരണം കേട്ടോ. ഒന്ന് എക്സാം ഉള്ള ദിവസമാണ്, അതുകൊണ്ടാണ് നമസ് യൂണിഫോമിലുള്ളത്. ഇവിടുത്തെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമസ്വീനെ സ്കൂളിൽ കൊണ്ടുവിട്ടു. കാരണം സ്കൂൾ ബസ്സിൻ്റെ ടൈമിന് പോയല്ലോ, നമ്മൾ കല്യാണത്തിൻ്റെ ഇടയ്ക്ക് വന്നതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ അവളെ സ്കൂളിൽ വിട്ടിട്ട് ഇനി ബാങ്ക് വരെ ഒന്ന് പോകാനുണ്ട്. ഇന്ന് 1-2 കാര്യങ്ങളുണ്ട്. പറ്റുകയാണെങ്കിൽ തൃശ്ശൂർ പോയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം മറന്നു വെച്ച സംഗതികൾ എടുക്കണമെന്നുണ്ട്. പക്ഷേ അധികം ഭാഗമൊന്നും നടക്കുന്നുണ്ടാവില്ല, കാരണം ഉച്ചയ്ക്ക് വീണ്ടും സ്കൂളിലേക്ക് വരണം കേട്ടോ. ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്, ഓണം സെലിബ്രേഷന് മെഗാ തിരുവാതിരയുണ്ട് കുട്ടികളുടെ അമ്മമാരുടെ. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിന് വരണം. എന്തായാലും ഇപ്പം ബാങ്കിൽ വന്നിട്ടുണ്ട്. ബാങ്കിലെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കൊണ്ട്, രാവിലെ നേരത്തെ വന്നതുകൊണ്ട് വലിയ തിരക്കുണ്ടായില്ല. അപ്പോൾ നമ്മൾ വേഗം കഴിഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നിട്ട് കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ടുണ്ടായിരുന്ന നൈറ്റി ബിറ്റ് വെച്ചിട്ട് ഒരു സ്ലിറ്റഡ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ വെട്ടുന്നതിന് മുന്നേ ഒന്ന് അയൺ ചെയ്യണതാണ് എപ്പോഴും നല്ലത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ ചുളിവുകളും ഒന്നുമില്ലാതെ നല്ല നീറ്റായിട്ട് തുണി കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അയണിങ്ങിലേക്ക് കടന്നിട്ടുണ്ട്. എൻ്റെ ഒരു ആഗ്രഹം ഉച്ചയാകുമ്പോഴത്തേക്കും ഇത് തുന്നി തീരണം എന്നൊക്കെ ആയിരുന്നു. പക്ഷേ അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. 11 മണിയൊക്കെ ഓൾറെഡി കഴിഞ്ഞു ഞാനിത് വെട്ടാൻ എടുത്തപ്പോൾ തന്നെ. അപ്പോൾ എന്തായാലും തീരില്ല കേട്ടോ. ഞാൻ പിന്നെ എൻ്റെ ബോഡി പാറ്റേൺ ഓൾറെഡി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് കട്ട് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. ഉച്ചയ്ക്ക് കല്യാണത്തിന് വന്നു കേട്ടോ. നല്ല അടിപൊളി സദ്യ. ബോളി ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കണത്. ഞാൻ കഴിച്ചിട്ടേ ഇല്ല. എനിക്ക് നല്ല സന്തോഷമായിട്ടോ അത് കഴിക്കാൻ പറ്റിയതിൽ. നെക്സ്റ്റ് പിന്നെ നമ്മുടെ 2 ഫോട്ടോ എടുക്കാണ്ട് എന്ത് കല്യാണം, ആരുടെ കല്യാണമാണെങ്കിലും നമ്മുടെ ഫോട്ടോ ഫസ്റ്റല്ലേ. അങ്ങനെ 2 ഫോട്ടോ എടുത്തു കേട്ടോ. ഇത് അഖിൽ യശ്വന്താണ്. ആൾ സോപാന സംഗീതം പാടുന്ന ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. അത് കഴിഞ്ഞ് വൈകുന്നേരം ബാക്കി സ്റ്റിച്ചിങ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫുൾ ഓൺ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നുമില്ല, ഒരു മേക്കിംഗ് വീഡിയോ എന്നുള്ള രീതിക്ക് ഇട്ടിട്ടുണ്ട്. എപ്പോൾ സ്റ്റിച്ച് ചെയ്യാനിരുന്നാലും കുറച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ തിരക്ക് കൊണ്ടോ മെഷീൻ പണങ്ങുന്നത് കൊണ്ടോ ഇടയ്ക്ക് നൂല് പൊട്ടും കേട്ടോ. അതൊരു ഇടങ്ങേറാണ് നമ്മൾ തുന്നിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക്. എനിവേ ഞാനത് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു വൈകുന്നേരം തന്നെ. ഇത് രാവിലെയാണ് കേട്ടോ. ഞാൻ ഇതൊന്ന് അയൺ ചെയ്യുകയാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഒന്ന് നന്നായിട്ട് അയൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡ്രസ്സിന് ഒരു പ്രത്യേക ഭംഗി വരാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് അയൺ ചെയ്തുകൊണ്ട് ഞാൻ ഇന്ന് അപ്പുറത്തും വഴിയിലും പറമ്പിലൊക്കെ ഉള്ള പൂ പറിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ. പൂ നമ്മൾ വാങ്ങിയിട്ടില്ല. എനിക്കല്ലെങ്കിലും വാങ്ങിക്കുന്ന പൂ വെച്ചിട്ട് നമ്മുടെ വീട്ടിലെ കളറുന്നത് അത്ര ഭംഗിയായിട്ട് തോന്നാറില്ല. അറിയില്ല, ചിലപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. പക്ഷേ എനിക്ക് ഈ ഇലയും നമുക്കിവിടെ കിട്ടുന്ന ചെമ്പരത്തിപ്പൂവ്, അല്ലെങ്കിൽ എന്താ പറയുക, ഈ വേരിയിൽ നിൽക്കുന്ന പൂവ്, അങ്ങനത്തെ പൂക്കളൊക്കെ വെച്ചിട്ട് പൂവിടുമ്പോഴാണ് ഒരു ഉള്ളിൽ നിന്ന് വരുന്നൊരു സന്തോഷം ഫീൽ ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ കുട്ടിക്കും ഓണക്കാലത്ത് ഒരു ഓർമ്മ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവളെയും ഏട്ടനെയും കൂടി രാവിലെ തന്നെ പൂ പറിക്കാൻ വേണ്ടി വിട്ടിട്ടുള്ളത് കേട്ടോ. എൻ്റെ അയണിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഏകദേശം. ഈ ഒരു ലൈൻ നമ്മളിങ്ങനെ മാർക്ക് വരാൻ വേണ്ടിയിട്ട്, സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് മടക്കി തേക്കില്ലേ, ഇത് വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള പാർട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഡ്രസ്സ് അയൺ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമുണ്ട്. എന്തോ ഒരു സംതൃപ്തിയാണ് ഡ്രസ്സ് അയൺ ചെയ്യുമ്പോൾ. ഓക്കെ, ദെൻ ഞാൻ ഓൾറെഡി ഇവിടെ അടിച്ച് കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ വന്നിട്ട് മറ്റേ ചാണകം മെഴുകിയിട്ടാണ് നമ്മൾ പൂക്കളം ഇടുക. ചാണകം ഇവിടെ നിന്ന് സംഘടിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ മെഴുകാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഏട്ടൻ എന്നെ അത് മെഴുകുന്നുണ്ട് കേട്ടോ. എൻ്റെ കുളി കഴിഞ്ഞ് എനിക്കിനി ചാണകമൊന്നും കയ്യിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ പിന്നെ ഏട്ടൻ തന്നെ കളം മെഴുകിയിട്ടുണ്ട്. സാധാരണ ഇങ്ങനെ പൂത്തറയൊക്കെ കെട്ടി ഉണ്ടാക്കിയിട്ടൊക്കെ പൂക്കളം ഇടും. നമ്മൾ അങ്ങനെയൊന്നും ചെയ്യണില്ല കേട്ടോ. ചാണകം മെഴുകിയിട്ട് അതിൽ തന്നെ അങ്ങനെ പൂക്കളം ഇടുകയാണ്. അപ്പോൾ ഇതാണ് ഇവർ പറിച്ച് കൊണ്ടുവന്ന പൂവ്. പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് തുളസി പൂവും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച്, കോളാമ്പി പൂവ്, മറ്റേ ചൈനീസ് വയലറ്റ്, നന്ദിയാർവട്ടം, കോളാമ്പി, ചെമ്പരത്തി, കാവടിപ്പൂവ്, അതൊക്കെയാണ് ഇതിനകത്തുള്ളത്. അങ്ങനെ നമ്മുടെ പൂക്കളത്തിൻ്റെ പരിപാടി കഴിഞ്ഞു. നല്ല പൂക്കളല്ലേ, എല്ലാവരും കത്തും ദിനാശംസകൾ കേട്ടോ. അങ്ങനെ നമസ്വിങ്ങനെ ബസ് കയറ്റി വിട്ടിട്ട് ഞാൻ ആ വഴിക്ക് അമ്പലം വരെ ഒന്ന് പോയി തൊഴുത് വന്നു കേട്ടോ. ഇവിടെയുള്ള ഈ ചെടി എൻ്റെ വീട്ടിലേക്ക് പറിച്ചു കൊണ്ടുപോകുന്നതാണ് എൻ്റെ ആഗ്രഹം. ഇത് പവിഴമല്ലിയാണ് കേട്ടോ. പൂ ഇങ്ങനെ കൊഴിഞ്ഞ് കിടക്കണ കാണാനൊക്കെ ഭയങ്കര ഭംഗിയാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഓറഞ്ച് കളറായിട്ട്, നിങ്ങൾക്ക് അത് ഫെമിലിയർ ആയിട്ടുള്ള പൂവായിരിക്കും. ഇപ്പോൾ സാരീസിലും ഡ്രസ്സിലൊക്കെ പവിഴമല്ലി ഡിസൈൻ കുറച്ച് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനും അത് ഹാൻഡ് പെയിൻറ്റ് വരയ്ക്കുകയോ ചെയ്യണമെന്ന് ഓർത്തിട്ടിരിക്കുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ ഇതാണ് ഞാൻ തുന്നിക്കൊണ്ടിരുന്ന ആ സ്ലിറ്റർ ടോപ്പ് കേട്ടോ, ഔട്ട് ഓഫ് നൈറ്റി ബിറ്റ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.